Hi students, നമ്മൾ 6th semester BSc Mathematics in the Real Analysis 3rd module Riemann integration ന്റെ 2nd section discuss ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള portions നോക്കാം. Next is a lemma. If J is a subinterval of closed interval AB having endpoint C less than D and if phi j of x is equal to 1 if x element of J and 0 when x not in J, then the function phi j is Riemann integral on closed interval AB and integral A to B phi j is equal to D minus C. ഇപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഉണ്ട്, അതിൻ്റെ ഒരു സബ് ഇൻ്റർവലാണ് സി ഡി. അപ്പം സി ഡി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലെ പോയിൻ്റ് ആണെങ്കിൽ 1ഉം ബാക്കിയുള്ളിടത്ത് 0. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രൽ ആണെന്നാണ് കാണിക്കുന്നത്. Let J equal to closed interval CD where A less than C less than D less than B given phi j of x is equal to 1 for x element of J and 0 elsewhere in closed interval AB. Let epsilon greater than 0 be given. റീമാൻ ഇൻ്റഗ്രൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എപ്സിലോൺ തന്ന ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണമല്ലോ. ലെറ്റ് ഡെൽറ്റ ഈസ് ഇക്വൽ ടു എപ്സിലോൺ ബൈ 4. ലെറ്റ് P dot be a tagged partition of AB with no P dot less than delta. Then the union of subintervals in P dot with the tags in closed interval CD contains the interval closed interval C plus delta D minus delta and is contained in C minus delta D plus delta. അപ്പോൾ നമുക്ക് ഒരു എപ്സിലോൺ തന്നു, ഒരു ഡെൽറ്റ ചൂസ് ചെയ്തു, പി ഡോട്ട് എന്ന് പറഞ്ഞൊരു ടാഗ്ഡ് പാർട്ടീഷൻ എടുത്തു സച്ച് ദാറ്റ് നോൺ പി ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ഇനി പറഞ്ഞേക്കുവാണ് ദ യൂണിയൻ ഓഫ് സബ് ഇൻ്റർവൽസ് ഇൻ പി ഡോട്ട് വിത്ത് ടാഗ്സ് ഇൻ സി ഡി. അപ്പോൾ സി ഡിക്കകത്ത് പോയിൻറ്റ്സ് ടാഗ്സ് വരുന്ന നോക്കിയ സി പ്ലസ് ഡെൽറ്റ സി മൈനസ് ഡെൽറ്റ, ഈ ഇൻ്റർവൽ സി പ്ലസ് ഡെൽറ്റ ഡി മൈനസ് ഡെൽറ്റ, ഈ ഇൻ്റർവൽ എവിടെ ഉണ്ട്? കണ്ടെയ്ൻഡ് ഇൻ സി മൈനസ് ഡെൽറ്റ ഡി പ്ലസ് ഡെൽറ്റ, ഇതിനകത്ത് കാണും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദെയർഫോർ ഡി മൈനസ് സി മൈനസ് 2 ഡെൽറ്റ എന്ന് വെച്ചാൽ ലെങ്ത് ആണ്, ലെസ് ദാൻ ഓർ ഇക്വൽ ടു എസ് ഓഫ് ഫൈ ജെ ഓഫ് പി ഡോട്ട് ലെസ് ദാൻ ഡി മൈനസ് സി പ്ലസ് 2 ഡെൽറ്റ. അപ്പോൾ ഡി മൈനസ് സി കൊണ്ട് എല്ലായിടത്തും മൈനസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് കിട്ടി. റീമാൻ ഇൻ്റഗ്രലിൻ്റെ ആ ഇൻ്റഗ്രൽ വാല്യൂ ഡി മൈനസ് സി ആണ്. ഓക്കെ, എ സിമിലർ പ്രൂഫ് ക്യാൻ ബി ഗിവൺ ഫോർ സബ് ഇൻ്റർവൽ. നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡി എടുത്ത് ഓപ്പൺ ഇൻ്റർവൽ സി ഡി എടുത്താലും ഓപ്പൺ ക്ലോസ്ഡ് സി ഡി എടുത്താലും ക്ലോസ്ഡ് ഓപ്പൺ സി ഡി എടുത്താലും ഇതേപോലെ ചെയ്യാം. കാരണം എന്താണ്? ഫൈ ഓഫ് സി ഡി ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല, അപ്പം നമ്മൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് വരും ക്ലോസ്ഡ് ഇൻ്റർവൽ ഡി ഡി, അതെന്ന് വെച്ചാൽ ഡി എന്ന് പറഞ്ഞ സിംഗിൾ പോയിന്റ്. അങ്ങനെ ചെയ്യാം, അങ്ങനെ ഈ രീതി 3 രീതിയിൽ ചെയ്യാം. അതേപോലെ തന്നെ ഓർക്കുക, ഇൻ്റഗ്രൽ സി ടു ഡി ഫൈ സി സി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. നെക്സ്റ്റ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ റീമാൻ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ ചില കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് പറയാം. അതിൻ്റെ ഒന്നാമത്തതാണ് നമ്മുടെ ഫംഗ്ഷൻ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് പറയാം. അടുത്തത് നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് പറയാം. അതേപോലെ തന്നെ അടുത്ത ഒരു തീറം കൂടെ ഉണ്ട്, ഒരു ഫംഗ്ഷൻ മൊണോട്ടോൺ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയാം. അപ്പോൾ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണ്. അപ്പോൾ 3 സഫിഷ്യൻറ്റ് കണ്ടീഷനുണ്ട്. അപ്പോൾ സഫിഷ്യൻറ്റ് കണ്ടീഷൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എനി വൺ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഈ ഫൈ ഫ്രം എ ബി ടു ആർ ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ദെൻ ഫൈ എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി, അതായത് എനി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇൻ്റഗ്രൽ. അപ്പോൾ an arbitrary step function phi can be expressed as the linear combination of elementary step function. നമ്മൾ മുമ്പ് elementary step function കണ്ടു, അതാണ് ഈ ലെമ്മ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈയെ നമുക്ക് സിഗ്മ ജെ ഈക്വൽ ടു 1 to m phi ജെ ജെ കെ ജെ വേർ ജെ ജെ ഹാസ് എൻ പോയിന്റ് സി ജെ ലെസ് ദാൻ ഡി ജെ by theorem. If f and g are Riemann integral then the scalar product and sum are Riemann integral. ഇത് വെച്ച് ഇത് റീമാൻ ഇൻ്റഗ്രലാണ്. അപ്പം അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായി ഇതും റീമാൻ ഇൻ്റഗ്രലാണ്. ഈ ഫംഗ്ഷൻ എന്തായിരുന്നു? സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ എവരി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയാം. നെക്സ്റ്റ് തിയറം, ഇഫ് എഫ് ഫ്രം എ ബി ടു ആർ ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ദെൻ എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി, അതായത് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവൽ റീമാൻ ഇൻ്റഗ്രൽ ആയിരിക്കും.
അസ്യൂം ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ കോമ്പാക്ട് ഇൻ്റർവൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അത് ബ്രാക്കറ്റ് എഴുതണം. റെയ്മാൻ ഇൻ്റഗ്രൽ ആണെന്നല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ ഒരു എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണം. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ ഇസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് യൂണിഫോംലി കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുവാണ്. ഇഫ് യു കോമ വി എലമെൻറ്റ് ഓഫ് എ ബി ആൻഡ് മോഡ് യു മൈനസ് വി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് ബി ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എപ്സിലോൺ എന്ന് കിട്ടാൻ വേണ്ടി എപ്സിലോൺ ബൈ ബി മൈനസ് എന്ന് എടുത്തു. ഇനി റെയ്മാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഒരു പാർട്ടീഷൻ വേണമല്ലോ. ലെറ്റ് പി ഈസ് ഇക്വൽ ടു സെറ്റ് ഐ ഈക്വൽ ടു 1 to n ബി എ പാർട്ടീഷൻ ഓഫ് എ ബി സച്ച് ദാറ്റ് നോം പി ലെസ് ദാൻ ഡെൽറ്റ. ലെറ്റ് യു ഐ എലമെൻറ്റ് ഓഫ് ഐ be a point where f attains its minimum value of i and vi എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ. കാരണം എന്തോ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് കോമ്പാക്ട് ഇൻ്റർവൽ അറ്റൈൻസ് ഇറ്റ്സ് എക്സ്ട്രീമ മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യുന്നത് നമ്മൾ ചാപ്റ്റർ 1 അതായത് മൊഡ്യൂൾ 1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും ഓരോ ഐ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലും നമുക്ക് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. എഫ് അറ്റൈൻസ് മിനിമം വാല്യൂ അറ്റ് യു ഐ ആൻഡ് മാക്സിമം വാല്യൂ അറ്റ് വി ഐ അറ്റ് ദ ഇൻ്റർവെൽ ഐ. ഓക്കെ, ഇനി രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ലെറ്റ് ആൽഫ എപ്സിലോൺ ആൻഡ് ഒമേഗ എപ്സിലോൺ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ആൽഫ എപ്സിലോൺ ഞാൻ ആൽഫ നിങ്ങൾ വിളിക്കുക. നമ്മൾ സ്ക്യൂ തിയറം വെച്ചാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സ്ക്യൂ തിയറം വരുമ്പോൾ ആൽഫയും ഒമേഗയും വേണം. അപ്പോൾ ആൽഫ ഓഫ് എക്സ് ഈസിക്കൽ ടു എഫ് ഓഫ് യു ഐ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ആൻഡ് ലാസ്റ്റ് ഇൻ്റർവെൽ എക്സ് എൻ മൈനസ് 1 എക്സ് എൻ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ആൽഫ ഓഫ് എക്സിനെ ഞാൻ എഫ് ഓഫ് യു എൻ എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഒമേഗയുടെ ഇതേപോലെ തന്നെ വി വെച്ച് എഴുതി. അപ്പോൾ എനിക്ക് പറയാം ആൽഫ ഓഫ് എക്സ് ലെസ് ആൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ആൻ ഈക്വൽ ടു ഒമേഗ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി. ഇനി ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ലെസ് ആൻ എപ്സിലോൺ എന്നല്ലേ കിട്ടണ്ടേ. അപ്പോൾ 0 ലെസ് ആൻ ഈക്വൽ ടു ദിസ് ഇൻ്റഗ്രൽ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതെന്താണ്? ഇത് ലെസ് ആൻ എപ്സിലോൺ ബൈ ബി മൈനസ് എ എന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതെന്തോ ഇത് ബി മൈനസ് അത് വെട്ടിപ്പോയി എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ സ്ക്യൂസറും വെച്ച് റെയ്മാൻ ഇൻ്റഗ്രൽ. ഇനി മൊണോട്ടോൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെന്നില്ല, പക്ഷേ റെയ്മാൻ ഇൻ്റഗ്രൽ ആണ്. അതിൻ്റെ തീറമാണ് ഇഫ് എഫ് ഫ്രം എ ബി ടു ആർ ഈസ് മൊണോട്ടോൺ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ദെൻ എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി. അതായത് എവരി മൊണോട്ടോൺ ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ഈസ് റെയ്മാൻ ഇൻ്റഗ്രൽ. അപ്പോൾ മൊണോട്ടോൺ ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞ് ചെയ്യുവാണേ. അസ്യൂം ദാറ്റ് എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി വിത്ത് എ ലെസ് ആൻ ബി. ദാറ്റ് ഈസ് എഫ് ഓഫ് എ ലെസ് ആൻ ഓർക്കിട്ട് എഫ് ഓഫ് ബി. ഇൻക്രീസിങ് ആകുമ്പോൾ എ ലെസ് ആൻ ബി ആണെങ്കിൽ എഫ് ഓഫ് എ ലെസ് ആൻ എഫ് ഓഫ് ബി ആയിരിക്കുമല്ലോ. ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ഗിവൺ ലെറ്റ് ക്യൂ ബി എ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബി ബൈ ക്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ ബി മൈനസ് എ. അതായത് എപ്സിലോൺ ബൈ ബി മൈനസ് എക്കാൾ ചെറുത് കിട്ടുന്ന എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ക്യൂ, അങ്ങനെ ഒരു ക്യൂ നമ്മൾ എടുക്കുക. ഇനി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ക്യൂവിനെ ഞാൻ എച്ച് എന്ന് വിളിച്ചു. ലെറ്റ് വൈ കെ ഈസിക്കൽ ടു എഫ് ഓഫ് എ പ്ലസ് കെ എച്ച്, കെ ഈസിക്കൽ ടു 0 1 2 3 എക്സെട്ര ക്യൂ. കൺസിഡർ ദ സെറ്റ് എ കെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ കെ മൈനസ് 1 വൈ കെ ആൻഡ് എ ക്യൂ ഈസിക്കൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ക്യൂ മൈനസ് 1 വൈ ക്യൂ, കെ ഈസിക്കൽ ടു 1 2 3 എക്സെട്ര ക്യൂ മൈനസ് 1. അപ്പോൾ ഈ ഓരോ ഏക്കകളും പെയർ വൈസ് ഡിസ്റ്റോയിൻ്റ് ആണ്. അതിൻ്റെ യൂണിയന് എ ബി ആണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടറൈസേഷൻ തിയറം ഉണ്ട്. നമ്മൾ 5th സെമ്മിലെ ഫസ്റ്റ് മോഡ്യൂളിൽ വെച്ച് ഓരോ ഏക്കയും ഒന്നുകിൽ എം ഡി ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ എ കെ എന്ന് പറഞ്ഞ സെറ്റ് എപ്പോഴും നോൺ എം ടി ആയിരിക്കും. അപ്പം വി അഡ്ജോയിൻ ദ എൻ പോയിന്റ് ഓഫ് ദ റിമൈനിങ് ഇൻ്റർവെൽസ് എ കെ വി ഒബ്റ്റെയിൻ ക്ലോസ് ഇൻ്റർവെൽ ഐ കെ. അപ്പോൾ എൻ പോയിൻ്റൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ക്ലോസ് ഇൻ്റർവെൽ കിട്ടും. വി ഹാവ് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് വൈ കെ മൈനസ് 1 വൈ കെ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എ കെ. ഡിഫൈൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൽഫയും ഒമേഗയും ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് അത് പഠിച്ചോണേ. ഞാൻ ആൽഫാനെ വായിക്കുന്നുള്ളൂ. ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ഉണ്ട്. ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ കെ മൈനസ് 1 ഒമേഗ ഓഫ് എക്സ് വൈ കെ എന്ന് എടുത്തു. അപ്പം ക്ലിയർലി ഇതാണ്. ഇനി ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ലെസ് ആൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ അത് ചെയ്തേക്കെന്ന് നോക്കിയേ, വാല്യൂ ഇട്ട് കൊടുത്തു. ഇതെന്താണ്? എച്ച് ആണ്. കാരണം എന്താണ്? വൈ കെ ഇതാണ്, വൈ കെ മൈനസ് 1 ഇതാണ്. അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പം എനിക്ക് എച്ച് എന്നാണ് കിട്ടുന്നത്.
അപ്പോൾ എച്ച് ഇൻറ്റു ഇ ഉണ്ട്, അതെന്തുവാ ബി മൈനസ് എ. എച്ച് ഇൻറ്റു ബി മൈനസ് എ എന്തുവാ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എച്ച് ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ അല്ലേ. അപ്പോൾ സ്ക്യൂ തിയറം വെച്ച് റീമാൻ ഇൻ്റഗ്രൽ. നെക്സ്റ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിയറം, എസ് എക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു പ്രൂഫാണ്. നോക്കാം. അഡിറ്റിവിറ്റി തിയറം. ലെറ്റ് എഫ് ഫ്രം എ ബി ടു ആർ ആൻഡ് സി എലമെൻറ്റ് ഓഫ് എ ബി, then f element of R of AB if and only if its restriction to AC and CB are both Riemann integral. In this case, integral A to BF equal to integral A to CF plus integral C to BF. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ റീമാൻ ഇൻ്റഗ്രൽ എ ബിക്കകത്തെ ഒരു പോയിൻ്റാണ് സി. അങ്ങനെയാണെങ്കിൽ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എന്താ എഫിൻ്റെ റെസ്ട്രിക്ഷൻ എ സിയിലും സി ബിയിലും ഉള്ളത് റീമാൻ ഇൻ്റഗ്രൽ ആയിരിക്കും. അതേപോലെ ഈ ഇക്വേഷൻ. അപ്പോൾ പ്രൂഫ് നോക്കിയേ. അസ്യൂം ദാറ്റ് F1 ആൻഡ് F2 ആർ ദ റെസ്ട്രിക്ഷൻ. എ സിയിലുള്ള എഫിൻ്റെ റെസ്ട്രിക്ഷൻ F1 ഉം സി ബിയിലുള്ള റെസ്ട്രിക്ഷൻ F2 എന്നും വിളിക്കുക. നമ്മൾ തിരിച്ച് അങ്ങോട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓൺ എ സിയും F2 റീമാൻ ഇൻ്റഗ്രൽ ഓൺ സി ബിയും വിത്ത് ഇൻ്റഗ്രൽസ് L1 ആൻഡ് L2 റെസ്പെക്റ്റീവ്ലി. അപ്പം നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഏതൊരു എപ്സിലോൺ തന്നാലും രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടെണ്ണം എന്തോ P1 ഡോട്ടും P2 ഡോട്ട്. P1 ഡോട്ട് ഈസ് എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് എ സി വിത്ത് നോം P1 ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1ഉം P2 ഡോട്ട് ഈസ് എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് സി ബി വിത്ത് നോം P2 ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ 2 ആണ് എങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് മോഡ് എസ് എഫ് P1 ഡോട്ട് മൈനസ് L1 ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്നും മോഡ് എസ് എഫ് P2 ഡോട്ട് മൈനസ് L2 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇനി ഇഫ് എം ഈസ് എ ബൗണ്ട് ഫോർ മോഡ് എഫ് വി ഡിഫൈൻ ഡെൽറ്റ ഈസ് ഇക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എപ്സിലോൺ ബൈ 6 ആണ്. അപ്പം മോഡ് എഫിൻ്റെ ബൗണ്ടാണ് എം എങ്കിൽ ഡെൽറ്റ 1 ഓൾറെഡി ഉണ്ട്, ഡെൽറ്റ 2 ഉണ്ട്, എപ്സിലോൺ ബൈ 6 ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂവിനെ ഞാൻ ഡെൽറ്റ എന്ന് വിളിച്ചു. ലെറ്റ് ക്യൂ ഡോട്ട് ബി എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് എ ബി വിത്ത് നോം ക്യൂ ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അങ്ങനാണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ റീമാൻ ഇൻ്റഗ്രലാണെന്ന് കിട്ടും, ലെഫ് റീമാൻ ഇൻ്റഗ്രലാണെന്ന് കിട്ടും. കേസ് 1 സി എന്ന് പറയുന്നത് ഇഫ് സി ഈസ് എ പാർട്ടീഷൻ പോയിന്റ് ഓഫ് ക്യൂ ഡോട്ട്. ക്യൂ ഡോട്ട് എന്ന് പറയുന്ന പാർട്ടീഷനാണ്, അതിലെ ഒരു പാർട്ടീഷൻ പോയിൻ്റാണ് സി എന്ന് വിചാരിക്കുക. വി സ്പ്ലിറ്റ് ക്യൂ ഡോട്ട് ഇൻറ്റു പാർട്ടീഷൻ Q1 ഡോട്ട് ഓഫ് എ സി ആൻഡ് Q2 ഡോട്ട് ഓഫ് സി ബി. അപ്പോൾ ആ പാർട്ടീഷൻ വെച്ച് ആ പോയിന്റ് വെച്ച് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തു, F1ൻ്റെ F2ൻ്റെ. അതായത് Q1 ഡോട്ട് എന്ന് Q2 ഡോട്ട് എന്ന് വിളിച്ചു. അപ്പം നമുക്ക് പറയാം എസ് എഫ് ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് എസ് എഫ് Q1 ഡോട്ട് പ്ലസ് എസ് എഫ് Q2 ഡോട്ട് ആയിരിക്കും. സിൻസ് Q1 dot has norm less than delta 1 and Q2 dot has norm less than delta 2, ഇത് ഓരോന്നും എന്ത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഇൻഇക്വാളിറ്റി ഇക്വേഷൻ ക്ലിയർ ആയിട്ട് പറയാം. ഇനി സി എന്ന് പറയുന്നത് പാർട്ടീഷൻ പോയിന്റ് അല്ല എന്ന് വിചാരിക്കുക. അല്ല എങ്കിൽ ഏതോ ഒരു ഇൻ്റർവെൽ x1 x2 എക്സെട്ര ആണ് പാർട്ടീഷൻ, അതിൻ്റെ ഏതോ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കാണ് സി. അപ്പം ഞാൻ Q1 ഡോട്ട് എന്ന് പറഞ്ഞ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ എ സിയിൽ ഡിഫൈൻഡ് ബൈ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ടാഗ്ഡ് പാർട്ടീഷനാണ് I1 T1 I2 T2 എക്സെട്ര. ലാസ്റ്റ് പോയിന്റ് മാത്രം ടാഗായിട്ട് എടുത്തേക്കുന്ന സി ആണ്. അതേപോലെ തന്നെ Q2 ഡോട്ട് എടുക്കുമ്പോൾ ആദ്യത്തേൻ്റെ ടാഗ് സി ആണ്, ബാക്കിയെല്ലാം TK+1 എക്സെട്ര TM ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് എസ് എഫ് വൺ Q1 ഡോട്ട് പ്ലസ് എസ് എഫ് Q1 ഡോട്ട് പ്ലസ് എസ് എഫ് Q2 ഡോട്ട് ഇങ്ങനെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇങ്ങനെ അങ്ങനെ എപ്സിലോൺ ബൈ 3 എന്ന് കിട്ടി. ഇനി Q1 ഡോട്ടിൻ്റെ ഇത് ഇങ്ങനെയാണ്. നമുക്ക് വേണ്ടുന്ന കാര്യം ഇതാണ്. മോഡ് എസ് എഫ് ക്യൂ ഡോട്ട് മൈനസ് L1 പ്ലസ് L2. അപ്പം ഇങ്ങനെ എഴുതി. അപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നത് കണ്ടോ, എസ് എഫ് Q1 ഡോട്ട് പ്ലസ് ചെയ്തു മൈനസ് ചെയ്തു, എസ് എഫ് Q2 ഡോട്ട് പ്ലസ് ചെയ്തു മൈനസ് ചെയ്തു. അപ്പം ആ രീതിയിൽ എഴുതുന്നു. ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. നമ്മുടെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ഓരോന്നും എപ്സിലോൺ ബൈ 3 ആണ്, എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രലാന്ന് കിട്ടി. ഇനി തിരിച്ചുള്ളത്, സപ്പോസ് ദാറ്റ് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദറ്റ് ഈറ്റ സാറ്റിസ്ഫൈ കോഷി ക്രൈറ്റീരിയ. F1 റെസ്ട്രിക്ഷൻ ഓഫ് എ സി ആണ്. P1 ഡോട്ടും Q1 ഡോട്ടും അതിൻ്റെ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് എ സി വിത്ത് അതിൻ്റെ നോം ലെസ് ദാൻ ഈറ്റ ആണ് രണ്ടിൻ്റെ. ഓക്കെ, കാരണം എഫ് റീമാൻ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമ്മുടെ കോഷി ക്രൈറ്റീരിയ വെച്ചാണ് ഈ പറഞ്ഞത്. ബൈ ആഡിങ് അഡീഷണൽ പോയിൻറ്റ്സ് ആൻഡ് ടാഗ്സ് ഫ്രം സി ബി
we can extend p1 dot and q1 dot to the tagged partition p dot and q dot of closed interval ab that satisfy norm p dot less than eta and norm q dot less than eta. അപ്പം നമ്മൾ p1 f1ൻ്റെ അടുത്ത് അല്ല സോറി സി ബി എന്ന് പറഞ്ഞ എ സി എന്ന് പറഞ്ഞ ഇൻ്റർവെലിൻ്റെ അടുത്ത് ഇനി പറഞ്ഞേക്കുവാണ് സി ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലെ ടാഗ്സ് കൂടെ നമ്മൾ ഇട്ട് ആഡ് ചെയ്യുമ്പം പാർട്ടീഷൻ പോയിന്റ് ടാഗ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ ബിയുടെ ഒരു 2 പാർട്ടീഷൻ കിട്ടും പി ഡോട്ടും ക്യൂ ഡോട്ടും. ഇഫ് വി യൂസ് ദ സെയിം അഡീഷൻ പോയിന്റ് ഇൻ സി ബി ഫോർ ബോത്ത് പി ഡോട്ട് ആൻഡ് ക്യൂ ഡോട്ട് ദെൻ നമുക്ക് ഇങ്ങനെ പറയാം. കാരണം എക്സ്ട്രാ ആയിട്ട് രണ്ടിടത്തും p1 ഡോട്ടും q1 ഡോട്ടും അവിടനകത്താണ് എക്സ്ട്രാ ചേർത്തത്, രണ്ടിനകത്ത് ഒരേപോലെ ചേർത്തത്. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇക്വേഷൻ വന്നത്, അത് മനസ്സിലാക്കണേ. സിൻസ് ബോത്ത് പി ഡോട്ട് ആൻഡ് ക്യൂ ഡോട്ട് ആർ നോം ലെസ് ദാൻ ഈറ്റ, അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം, ഇത് ഈക്വൽ അല്ലേ, ഇപ്പോൾ നോം ഇടുമ്പോൾ ഇങ്ങനെ വരാം. പക്ഷേ ഇതിൻ്റെ നോം എന്തോ ലെസ് ദാൻ എപ്സിലോണാണ്. അപ്പോൾ നമ്മുടെ കോഷി ക്രൈറ്റീരിയ വെച്ച് റെസ്ട്രിക്ഷൻ സി f1 റൈമാൻ ഇൻ്റഗ്രൽ ഓൺ എ സി ആണ്. അതേപോലെ തന്നെ f2ൻ്റെ പ്രൂവ് ചെയ്യുക. നമ്മൾ f1ൻ്റെ ആണ് പ്രൂവ് ചെയ്തത്. അതായത് എ സി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ വെച്ചാൽ നമ്മൾ ചെയ്തത്. എ സിയുടെ ചെയ്തിട്ട് നമ്മൾ സി ബിക്കകത്തെ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് എ ബി ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ കൊറോളറി എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി, സി ഡി സബ്സെറ്റ് ഓഫ് എ ബി ആണെങ്കിൽ റെസ്ട്രിക്ഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ കൂട്ട് അഡിറ്റീവ് തിയറം വെച്ച് എ സിയിലും സി ബിയിലും റൈമാൻ ഇൻ്റഗ്രലാണ്. ഇനി എന്തോ സി ബിയിൽ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് സി ഡിയിലും ഡി ബിയിൽ ഇൻ്റഗ്രലാണ്. അങ്ങനെ നമുക്ക് സി ഡിയിൽ റൈമാൻ ഇൻ്റഗ്രലാന്ന് പറയാം. അങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ്. ഐഡിയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ ചെയ്യുന്ന കൊറോളറി, അതായത് ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിൻറ്റിൻ്റെ ചെയ്തു, ഇവിടെ 2 പോയിൻറ്റിൻ്റെ ആണ് ഈ കൊറോളറി, n പോയിൻറ്റ്സ് വരുന്നതാണ് ഈ കൊറോളർ, m പോയിൻറ്റ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ ഡെഫിനിഷൻ. എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ ബി, എ ബിക്കകത്ത് 2 പോയിൻറ്റ് ആൽഫ ബീറ്റ സച്ച് ദാറ്റ് ആൽഫ ലെസ് ദാൻ ബീറ്റ ആണെങ്കിൽ ഇൻ്റഗ്രൽ ബീറ്റ ടു ആൽഫ എഫ് എന്ന് പറയുന്നത് മൈനസ് ആൽഫ ടു ബീറ്റ ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യം. അതേപോലെ തന്നെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് സെയിം ആണെങ്കിൽ ഉത്തരം 0 ആയിരിക്കും. നെക്സ്റ്റ് തിയറം, if f element of R of AB and if alpha, beta, gamma are any numbers in AB, then integral alpha to beta f is equal to integral alpha to gamma f plus integral gamma to beta f. Question number 1. In the sense that the existence of any two integrals implies the existence of third integral and equality. ഇതിൽ ഏതെങ്കിലും നമുക്കറിയാമെങ്കിൽ മൂന്നാമത്തെ അത് വെച്ച് കണ്ടുപിടിക്കാവുന്ന പ്രൂഫ്. ഇഫ് എനി 2 ഓഫ് ദ നമ്പേഴ്സ് ആൽഫ ബീറ്റ ഗാമ ആർ ഈക്വൽ, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ ഇക്വേഷൻ 1 ഹോൾഡ് ചെയ്യും. കാരണം ഇപ്പം ആൽഫയും ബീറ്റയും സെയിം ആണെന്ന് കഴിച്ചു, അപ്പോൾ ഇവിടെ 0 എന്ന് കിട്ടും. എന്താ ഇവിടെ എന്തോ ബീറ്റ ടു ഗാമയും ഗാമ ടു ബീറ്റ, അത് ഒന്നിൻ്റെ നെഗറ്റീവ് അല്ലേ, അപ്പോൾ ഇവിടെയും 0 എന്ന് കിട്ടും. ഓക്കെ, thus we may suppose that all 3 of these numbers are distinct. For the sake of symmetry, we introduce the expression L of alpha, beta, gamma and alpha, beta, gamma. ഈ ഒരു ഓർഡർ ആണ് ആൽഫ ബീറ്റ, ബീറ്റ എന്ന് ഗാമ, ഗാമ എന്നാണ് അതിന് എല്ലാ ആൽഫ. അപ്പം നമുക്ക് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇക്വേഷൻ 1 ഹോൾഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ഈക്വൽ ടു 0. കാരണം എന്തുവാ, ഇത് 0 ആണെങ്കിൽ ഇത് 0. അപ്പം ഇങ്ങനെ പറയാം, ഇങ്ങനെ പറയാം. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു എക്സ്റ്റാബ്ലിഷ് ദ അസേർഷൻ വി നീഡ് ടു ഷോ ദാറ്റ് L ഈക്വൽ ടു 0 ഫോർ ഓൾ 6 പെർമ്യൂട്ടേഷൻ ഓഫ് ദ ആർഗ്യുമെൻറ്റ് L ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ഈ ഓർഡർ 3 എണ്ണം ഉണ്ട്, 2 എണ്ണം വീതം ചെയ്യുന്ന 6 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ 6 പെർമ്യൂട്ടേഷൻ ഉണ്ട്. അഡിറ്റിവിറ്റി തിയറം വെച്ചിട്ട് നമുക്ക് ആൽഫ ലെസ് ദാൻ ഗാമ ലെസ് ദാൻ ബീറ്റ ആണെങ്കിൽ ഇത് 0 ആണെന്ന് പറയാം. അതേ ഐഡിയ തന്നെയാണ് ഇവിടെയും ഇവിടെയും. അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ബാക്കി 3 എണ്ണം. ഓക്കെ, അപ്പോൾ എന്തോ ആയാലും ഈക്വൽ ടു 0 വെച്ച് നമുക്ക് പറയാം. അങ്ങനെ L വാനിഷസ് ഫോർ ഓൾ പോസിബിൾ കോൺഫിഗറേഷൻ ഓഫ് ദീസ് 3 പോയിൻറ്റ്സ് എന്ന് പറയാം. അതാണ് അതിൻ്റെ പ്രൂഫ്. എളുപ്പമുള്ളതാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ. അപ്പോൾ ഇതിന് മുമ്പുള്ള അഡിറ്റിവിറ്റി തിയറം ശരിക്കും പഠിക്കണം, അഡിറ്റിവിറ്റി തിയറം ശരിക്കും മനസ്സിലാക്കണം.
ക്ലോസ് ഇൻ്റർവൽ എ ബിയിലുള്ള കാര്യമാണെങ്കിൽ എ സിയിലും സി ബിയിലും അതിൻ്റെ റെസ്ട്രിക്ഷനായിട്ട് നോക്കുമ്പോൾ അത് റീമാൻ ഇൻ്റഗ്രലാണ്. ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കുക. എക്സാമിന് മുമ്പ് ഒരു 5-6 വട്ടം എഴുതി പഠിക്കണം ഈ തിയറം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം മൊഡ്യൂൾ 3 നിന്നാണ് നമുക്ക് 2 എസ്സേ ചോദിക്കുന്നത്. അപ്പോൾ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശരിക്കും എഴുതി വൃത്തിക്ക് എഴുതി പഠിക്കണം. ഓക്കെ, താങ്ക് യു.